PCOD ഇന്ന് സർവ്വസാധാരണമായി സ്ത്രീകളിലും കുട്ടികളിലും ഒക്കെ കണ്ടുവരുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ്. ഇത് അണ്ഡാശയത്തിൽ ഒരു കുമിളകൾ കാണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണിത്. ഇതൊരു വന്ധ്യതയ്ക്ക് ഒരു 10% വരെ വന്ധ്യതയ്ക്ക് കാരണമാകാവുന്നതാണ്. PCOD ഒരു ജീവിതശൈലിയുമായി തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ഫാസ്റ്റ് ഫുഡുകളുടെ അധിക ഉപയോഗം, അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലാതിരിക്കുക, ഇതെല്ലാം ഇതിനൊരു കാരണമായി തന്നെ എടുത്തു പറയേണ്ടതാണ്. ഇവർക്ക് ഭാവിയിൽ ഡയബറ്റിസ്, അതുപോലെ BP, ഗർഭാശയ ക്യാൻസർ എന്നിവ വരാനുള്ള സാധ്യത കൂടുതലാണ്. കേരളത്തിലൊരു ഈ PCOD പ്രശ്നം സ്ത്രീകളിൽ ഏറ്റവും കൂടിക്കൂടി വരികയാണ്. ഇതിൻ്റെ പ്രശ്നം കൊണ്ടിട്ട് നമ്മൾക്ക് ബ്ലഡ് ഷുഗർ വേരിയേഷൻ, അതുപോലെ തന്നെ BP വേരിയേഷൻ, അമിതമായിട്ടുള്ള ശരീരഭാരം, പൊണ്ണത്തടി, ഇതെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് കാണാവുന്നതാണ്. ഇവരുടെ ഭക്ഷണത്തിൽ ഇനി എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ തൊലിയോടുകൂടിയുള്ള ധാന്യങ്ങൾ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. തവിട് നീക്കാത്ത ധാന്യങ്ങൾ, ചുവന്ന അരി, തവിടോടുകൂടിയുള്ള ഗോതമ്പ്, അതുപോലെ ഓട്സ്, റാഗി, ഇവയെല്ലാം ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഈ ഹോർമോൺ വ്യതിയാനം വരാതിരിക്കുവാൻ സഹായിക്കും. അതുപോലെ ഇതിലുള്ള നാരുകൾ ശരീരത്തിലെ അധിക കൊഴുപ്പിനെയും കൊളസ്ട്രോളിനെയും വലിച്ചെടുക്കുകയും ശരീരത്തിലെ ഭാരം നിയന്ത്രിക്കുന്നതിനും സഹായിക്കും. പക്ഷേ ഈ സീരിയൽസിൻ്റെ അളവ് കുറച്ചളവിൽ മാത്രം മതിയാകും. ഇതിലുള്ള ലിഗ്നിൻസ്, പോളിഫിനോളുകൾ, അതുപോലെ ഫൈറ്റിക് ആസിഡുകൾ, ഇതെല്ലാം ഈ PCOD കംപ്ലൈൻസിനെ കുറച്ച് നിർത്തുന്നതാണ്. ഇനി ഇതിൽ വിറ്റമിൻ B12 കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് അണ്ഡാശയത്തിലുള്ള മുഴകളെ ചുരുക്കുന്നതിന് സഹായിക്കും. മുഴുവനെയുള്ള പയറുവർഗ്ഗങ്ങൾ, തൊലിയോടുകൂടിയുള്ള പയറുവർഗ്ഗങ്ങൾ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഒരു 1/2 കപ്പ് പയറുവർഗ്ഗങ്ങളെയും ഒരു ദിവസം ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. പയറുവർഗ്ഗങ്ങളിലും ഇതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിട്ടുണ്ട്. അത് ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ശരീരഭാരം നിയന്ത്രിക്കുവാൻ ഏറ്റവും മികച്ചതാണ് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ. ഈ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ വിശപ്പിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണായ ഗ്രെയിലിൻ്റെ ഉൽപ്പാദനം കുറച്ചു നിർത്തുന്നു. അതുമാത്രമല്ല, ഇത് കലോറിഫിക് വാല്യൂ, ഊർജത്തിൻ്റെ തോത് കുറവാണ്. കുറേ നേരത്തേക്ക് വിശപ്പ് തോന്നാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദിവസേന നമ്മൾക്ക് മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ സാലഡായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഭക്ഷണത്തിൽ കറികളിലൂടെയോ ആഡ് ചെയ്യുവാൻ ശ്രദ്ധിക്കണം. അണ്ടിപ്പരിപ്പുകളുടെ ഉപയോഗം ഒരു നിയന്ത്രണ വിധേയമായി തന്നെ കശുവണ്ടി, ബദാം, കപ്പലണ്ടി ഇവ ഉൾപ്പെടുത്തുന്നത് നല്ല കൊളസ്ട്രോളായ HDLൻ്റെ ഉൽപ്പാദനത്തിനും അതുപോലെ തന്നെ ടോട്ടൽ കൊളസ്ട്രോളിനെ കുറച്ചു നിർത്താനും സഹായിക്കും. അതുമാത്രമല്ല, ഇതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം, സിങ്ക് എന്നിവ ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി മത്സ്യങ്ങൾ, ഒമേഗ-3 റിച്ച് ആയിട്ടുള്ള മത്സ്യങ്ങൾ, മത്തി, അയല പോലെയുള്ള മത്സ്യവർഗ്ഗങ്ങൾ ഇവർക്ക് PCODക്കാർക്ക് ഏറ്റവും നല്ലതാണ്. ഇത് അണ്ഡാശയത്തിലുള്ള മുഴകളെ ചുരുക്കുന്നതിന് സഹായിക്കുന്നതാണ്. ശരീരഭാരം നിയന്ത്രിക്കുവാൻ ദിവസേന മുട്ടയുടെ വെള്ള 2 എണ്ണം ഉൾപ്പെടുത്താം. ഈ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ ഇവർക്ക് ഉൾപ്പെടുത്തുക വഴി ആൻഡ്രജൻ്റെ അളവ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും സഹായിക്കും. ആൻഡ്രജൻ ശരീരത്തിൽ കൂടി നിന്നാൽ ശരീരഭാരം കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ടാണ് പ്രോട്ടീൻ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ഇവർ ഉൾപ്പെടുത്തുകയും കൊഴുപ്പും കലോറിയും കുറച്ചുള്ള ആഹാരം തിരഞ്ഞെടുക്കുകയും വേണ്ടത്. ഇനി എണ്ണയിൽ വറുത്തുപൊരിച്ച ആഹാരങ്ങൾ, അതുപോലെ തന്നെ ചുവന്ന ഇറച്ചികൾ, ഇവയെല്ലാം ഇവർക്ക് കഴിവതും ഒന്ന് കുറച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. ഇതിലുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കണ്ടൻറ്റ് PCOD പ്രോബ്ലംസ് ഏറ്റവും കൂട്ടുന്നതാണ്. ഇനി ദിവസേനയുള്ള ഭക്ഷണത്തിൽ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് 2 സെർവിങ് ഫ്രൂട്ട്സേലും ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. അതിൽ തന്നെ ചുവന്ന നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുന്നത് PCODക്ക് ഏറ്റവും ഗുണകരമാണ്. ഈ ഫ്രൂട്ട്സിലുള്ള ആൻറ്റി ഓക്സിഡൻസ്, അതുപോലെ ഫൈബേഴ്സ്, ബാക്കിയുള്ള ന്യൂട്രിയൻസ്, ഇതെല്ലാം ഇവർക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും സഹായിക്കും. ദിവസം 2 നേരമെങ്കിലും വെജിറ്റബിൾ സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇലക്കറികളും പച്ചക്കറികളും ധാരാളമായി തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ദിവസം ഒരു 45 മിനിറ്റെങ്കിലും വ്യായാമത്തിനായി മാറ്റിവെക്കണം. നമുക്ക് ഇഷ്ടപ്പെടുന്ന വ്യായാമങ്ങളിൽ ഏർപ്പെടാം. നടത്തം, സൈക്ലിംഗ്, അതുപോലെ ഡാൻസിങ്, ഇത് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അതുപോലെ മാനസികാരോഗ്യവും ഇവിടെ പ്രധാനമാണ്. യോഗ, മെഡിറ്റേഷൻ എന്നിവ ശീലമാക്കുന്നത് മാനസികാരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ചിട്ടയായ വ്യായാമം,
അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഭക്ഷണ രീതി, മാനസികാരോഗ്യം ഇവയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് PCOD കംപ്ലയിൻസിനെ എത്രയും നല്ല ആരോഗ്യപ്രദമായി തന്നെ ഇത് കൺട്രോൾ ചെയ്ത് നിർത്താം.